മക്കളെ, നമ്മൾ ഫിസിക്സിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, സാധാരണ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് നമ്മൾ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് കാണാത്ത മക്കളൊന്നും ഉണ്ടായില്ല. അപ്പം ടൈം ഒരു 2 തന്നിട്ട് ഡിസ്റ്റൻസ് 10 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതുപോലെ ടൈം 4 തന്നിട്ട് ഡിസ്റ്റൻസ് 28 തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി വെച്ച് 2 ഇക്വേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. അത്രയും മാത്രമേ ഇവിടെ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കാം. ദ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കളൊന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യനിൽ പറയുന്നത് ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്ക് യു കാണണം. ആൻഡ് ട്രാവൽസ് എ സ്റ്റാർട്ടിംഗ് ലൈൻ if the speed increases at the rate of a meter per second every second. അപ്പോൾ നമുക്ക് യുവും എയുമാണ് കാണേണ്ടത്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം സെക്കൻഡ്സ് ഈസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 seconds ഈസ് 10 meters. അപ്പം ടി ഈസ് ഈക്വൽ ടു 2 വരുമ്പം ഡി ഈസ് ഈക്വൽ ടു 10. നമുക്കത് മാത്രം കിട്ടിയാൽ മതി. അതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 seconds ഈസ് 28 meters. ടി ഈസ് ഈക്വൽ ടു 4, ഡി ഈസ് ഈക്വൽ ടു 28. നമുക്ക് യുവും എയും കിട്ടാനായിട്ടുള്ള 2 ഇക്വേഷൻ കിട്ടി. ഇനി വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്, അതായത് യു കാണണം. വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്, നമുക്ക് എയും കാണണം. യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിന്റെ വേഗം എന്തായിരിക്കും? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? ഇവിടെ സിമ്പിളായിട്ട് അവർ ഒറ്റ കാര്യം തന്നുള്ളൂ. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുക, അതിൻ്റെ തുടക്കത്തിൽ യു മീറ്റർ പെർ സെക്കൻഡാണ് വേഗത. ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. അവരൊരൊറ്റ റിലേഷൻ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഒരു ഫോർമുല തന്നിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 2 വന്നപ്പം ഡി ഈസ് ഈക്വൽ ടു 10 തന്നു. അതുപോലെ ടി ഈസ് ഈക്വൽ ടു 4 വന്നപ്പം ടി ഈസ് ഈക്വൽ ടു 4 വന്നപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 28 തന്നു. നമ്മളോട് ഇനിഷ്യൽ ഡിസ്റ്റൻസ്, അതായത് യുവും കാണണം എയും കാണണം. അതായത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്റ്റൻസ്, ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എ ആണ്. സ്പീഡ്, തുടക്കത്തിലെ സ്പീഡ് യു ആണ്. ടൈമിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ടിക്ക് നമ്മൾ 2 കൊടുത്ത് നോക്കിയേ. ടിക്ക് 2 കൊടുത്താൽ 2u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടിക്ക് പകരം 2 സ്ക്വയർ കൊടുത്തു. അന്നേരം ഡി ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഒരു ഇക്വേഷൻ കിട്ടി. നമുക്ക് 2 ഇങ്ങോട്ട് ഇവിടെ കോമൺ ആയിട്ട് 2 അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 2u പ്ലസ് 2a ഈസ് ഈക്വൽ ടു 10. യു കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് 2 വെളിയിലേക്ക് എടുത്താൽ യു പ്ലസ് എ, 2 ഇൻറ്റു യു പ്ലസ് എ 10 ആണ്. ഈ 10ഉം 2ഉം കൂടി കട്ട് ചെയ്താൽ 5 വരും. എന്തുകൊണ്ടാണ്? ഇതിനെ നമുക്ക് 10/2 എന്ന് പറയാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി, യു പ്ലസ് എ ഈക്വൽ ടു 5. ഇനി നമുക്ക് രണ്ടാമത് യു ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 4ന് ഡി ഈസ് ഈക്വൽ ടു 28. നമുക്കിത് രണ്ടും കിട്ടിയാൽ മതി. അപ്പം ടി 4 ആണെങ്കിൽ നമ്മളിത് ഇതിനകത്തേക്ക് കൊടുത്തു നോക്കിയേ. ടിക്ക് 4 കൊടുത്താൽ 4u എന്ന് വരും. 4u പ്ലസ് ഇവിടെ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടിക്ക് 4 കൊടുത്താൽ 4 സ്ക്വയർ ഇവിടെ വരും. ഈസ് ഈക്വൽ ടു 28. ഇവിടെയും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 4 സ്ക്വയറിനെ നമുക്ക് 4 ഇൻറ്റു 4 എന്ന് പറയാം. അപ്പോൾ ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. അപ്പോൾ 4u പ്ലസ് 4 ഇൻറ്റു 2 8a ഈസ് ഈക്വൽ ടു 28. ഇവിടെയും കോമൺ ആയിട്ട് 4 വെളിയിലേക്ക് എടുത്താൽ u പ്ലസ് 2a ഈസ് ഈക്വൽ ടു 28.
അപ്പം നമുക്ക് യു പ്ലസ് 2a ഈക്വൽ ടു 28/4 7 എന്ന് കിട്ടും. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ യു പ്ലസ് എ ഈക്വൽ ടു 5 ആയിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ. നമ്മൾ ഡിഫറൻസ് എടുത്താൽ 2a മൈനസ് എ, നമുക്ക് എ കിട്ടും. യു അവിടെ ക്യാൻസൽ ആയിപ്പോയി. അപ്പം നമുക്ക് 2a മൈനസ് എ എന്ന് പറയുമ്പോൾ എ വരും. 7 മൈനസ് 5 2 വരും. ഇനി യു പ്ലസ് എ 5 ആണ്. അപ്പം എയുടെ വാല്യൂ 2 കൊടുത്താൽ യു പ്ലസ് 2 5 ആണ്, യു 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇനിഷ്യൽ സ്പീഡ് യു ഈക്വൽ ടു 3 ആൻഡ് സ്പീഡ് പെർ ടൈംലി ഇൻക്രീസ് എ ഈക്വൽ ടു 2. ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോൾ കറക്റ്റ് ആണോ? ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അവർ ചോദിച്ച എന്താണ്? നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു ഒബ്ജക്റ്റ്, ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ആ യു ആണ്, അതായത് ഒരു ഒബ്ജക്റ്റ് തുടക്കത്തിൽ യു മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ സ്പീഡാണ്. ആ യു ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിനുശേഷം അവർ പറയുന്നത് ട്രാവൽസ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ്. അപ്പം എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഓരോ സെക്കൻഡിലും വരുന്ന ഇൻക്രീസ്, അതും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പം യു മീറ്റർ പെർ സെക്കൻഡ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓരോ ടൈമിനും അനുസരിച്ച് എ കൂടുന്നു, അതും നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ വേണം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം സെക്കൻഡ് ഈസ് ഹാഫ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പം നമുക്ക് ആ ഇക്വേഷൻ തന്നു. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ അവർ തന്നു. അപ്പോൾ ഓരോ ടിക്ക് 2 വരുമ്പം d10 തരുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ദാ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 seconds ഈസ് 10 meters. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 seconds ഈസ് 28 meters. വാട്ട് ഈസ് ദ സ്ട്രെയിറ്റ് സ്പീഡ്? വാട്ട് ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് ദിസ് ഒബ്ജക്റ്റ് ഇൻക്രീസസ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടുന്നത്? അതായത് യുവും എയും കാണുക. നമ്മളോട് അവർ ടി ഈക്വൽ ടു 2-ന് ഡി ഈക്വൽ ടു 10 തന്നു, ടി ഈക്വൽ ടു 4-ന് ഡി ഈക്വൽ ടു 28 തന്നു. അപ്പം നമ്മൾ രണ്ട് ഇക്വേഷൻ ടി ഈക്വൽ ടു 2 വെച്ച് d10 കൊടുത്തുകൊണ്ട് യു പ്ലസ് എ ഈക്വൽ ടു 5, അതുപോലെ ടി ഈക്വൽ ടു 4-ന് ഡി ഈക്വൽ ടു 28 കൊടുത്തുകൊണ്ട് നമ്മളിത് ഇവിടെ യു പ്ലസ് 2a ഈക്വൽ ടു 7. ആ രണ്ടെണ്ണം കൂടി സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എ ഈക്വൽ ടു 2 എന്നും കിട്ടി, യു ഈക്വൽ ടു 3 എന്നും കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ട് മക്കൾ ഒരു കാരണവശാലും ഇത് വലുതാണെന്ന് ചിന്തിക്കേണ്ട. കാരണം ഇങ്ങനെ വലുതായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.